കായംകുളം മണ്ഡലത്തെക്കുറിച്ചുള്ള പൊതുവിവരങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. അവ ഇങ്ങനെയാണ്: എത്ര പഞ്ചായത്തുകളുണ്ട്, എത്ര വോട്ടർമാരാണ് ഈ നിയമസഭാ മണ്ഡലത്തിനകത്തുള്ളത് തുടങ്ങിയ പ്രാഥമികമായ വിവരങ്ങളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ കായംകുളം നഗരസഭ, ചെട്ടിക്കുളങ്ങര, പത്തിയൂർ, ഭരണിക്കാവ്, കൃഷ്ണപുരം, കണ്ടല്ലൂർ, ദേവികുളങ്ങര എന്നീ ഗ്രാമപഞ്ചായത്തുകളും കായംകുളം നഗരസഭയുമാണ് കായംകുളം നിയമസഭാ മണ്ഡലത്തിനകത്തുള്ളത്. ഇതിൽ LDF ഭരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇവയാണ്. കായംകുളം നഗരസഭയിൽ LDFന്റെ ഭരണമാണ്. ചെട്ടിക്കുളങ്ങര, പത്തിയൂർ, ഭരണിക്കാവ്, കൃഷ്ണപുരം, കണ്ടല്ലൂർ എന്നീ 5 ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്നതും LDF തന്നെയാണ്. UDFന്റെ കൈവശം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് ഉള്ളത്. കായംകുളം നിയമസഭാ മണ്ഡലത്തിനകത്ത് LDFന് വലിയ ഭൂരിപക്ഷമുണ്ട്, അല്ലെങ്കിൽ LDFന് അനുകൂലമായ നിലയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം വെച്ച് നോക്കിയാൽ നമുക്ക് കാണാനാവുക. UDFന്റെ കൈവശം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് ഉള്ളത്. കായംകുളം നിയമസഭാ മണ്ഡലത്തിനകത്ത് 1,94,617 വോട്ടർമാരുണ്ട്. 1,94,617 വോട്ടർമാരാണ് ഇത്തവണ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ ഉള്ളത്. അവരാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ഇതിൽ 90,506 പുരുഷ വോട്ടർമാരും 1,04,111 സ്ത്രീ വോട്ടർമാരുമാണ് കായംകുളം നിയമസഭാ മണ്ഡലത്തിനകത്ത് ഇത്തവണ ആകെയുള്ളത്. 2016 അതായത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ ഇവരാണ്. നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസ് നേതാവ് ശ്രീ M ലിജുവും CPM നേതാവ് ശ്രീമതി പ്രതിഭ ഹരിയുമാണ് കായംകുളം മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുന്നത്. മണ്ഡലത്തിൽ ഈഴവ വോട്ടുകൾ 40%, നായർ വോട്ട് 30%. അതിനാൽ സമുദായ പരിഗണന രാഷ്ട്രീയ പാർട്ടികൾക്ക് മറക്കാനാവില്ല. 1987 അന്നത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ഗോപിനാഥൻ ഇവിടെ UDFന് വേണ്ടി മത്സരിച്ചിരുന്നു. മാവേലിക്കര നഗരസഭാ കൌൺസിലറായ ഷാജി M പണിക്കറാണ് ഇക്കുറി BJP സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുപ്പ് ഗോതയിലെത്തുന്നത്. മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഈഴവ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് BDJS ഷാജി എന്ന തുറുപ്പുചീട്ട് കളത്തിലിറക്കിയതും. സമുദായ വോട്ട് ഉറപ്പിക്കാൻ ഇരു മുന്നണികളും ഉറക്കമൊഴിയുന്നുണ്ട്. ജയപരാജയങ്ങളിലെ പ്രധാന ഘടകം ഇതാണെന്ന് ഇവർ വേഗത്തിൽ സമ്മതിച്ചു തരില്ലെങ്കിലും യാഥാർത്ഥ്യം അതുതന്നെയാണ്. ഇവിടെ 2 തെരഞ്ഞെടുപ്പിന്റെ ഫലമെടുത്ത് പരിശോധിച്ചാൽ എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ടവരും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയുടെ വോട്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ വോട്ടോ കൊണ്ടല്ല ഞാൻ ജയിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി പറയാൻ എനിക്ക് കഴിയും. പക്ഷേ ഏതെങ്കിലും ജാതി ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലുമൊക്കെ വോട്ട് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ജനങ്ങൾ അങ്ങനെ സാമുദായിക അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജാതീയമായിട്ടോ ചിന്തിക്കുന്നു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതൊക്കെ ചെറിയ ഘടകങ്ങളാകാം. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ വലിയ വ്യത്യാസത്തിന് തോക്കേണ്ടതല്ലേ. SNDPയുടെ രാഷ്ട്രീയ രംഗപ്രവേശനം ഈഴ വിഭാഗത്തിൽ എത്രത്തോളം പ്രതികരണങ്ങൾ സൃഷ്ടിക്കും എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീനിക്കപ്പെടുന്നൊരു ഘടകമായി മാറാൻ സാധ്യതയുണ്ട്. വിജയിക്ക് ചെറിയ ഭൂരിപക്ഷമേ ഉണ്ടാകാറുള്ളൂ എന്നത് ഇരു മുന്നണികളുടെയും പ്രതീക്ഷയും ആശങ്കയുമാണ്. കണക്കുകൂട്ടലുകൾ അസ്ഥാനത്താക്കുന്ന സമ്മതിദായകരുടെ പ്രതികരണമാണ് ഇതിന് കാരണം. ഇക്കുറി 1,94,617 സമ്മതിദായകരുടെ ചൂണ്ടുവിരൽ വോട്ടിംഗ് യന്ത്രത്തിൽ എവിടെ പതിയുമെന്നത് കണക്കുകൂട്ടി വയ്ക്കുമ്പോഴും ആശങ്കകൾ ഇരു കൂട്ടർക്കുമുണ്ട്. നിലനിർത്താനും പിടിച്ചെടുക്കാനുമുള്ള പോരാട്ടത്തിൽ യുവത്വത്തിന് പരിഗണന നൽകാൻ മുന്നണികൾ തീരുമാനിച്ചത് അതുകൊണ്ടുകൂടിയാണ്. മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സ്ത്രീ വോട്ടർമാരുടെ പ്രതികരണവും ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാകും. കായംകുളം നിയമസഭാ മണ്ഡലം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഇരുമുന്നണിയും കച്ചകെട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇരുമുന്നണിയും രംഗത്തിറക്കിയിരിക്കുന്നത് യുവാക്കളെ തന്നെയാണ്. ഇടതുമുന്നണിക്ക് വേണ്ടി അഡ്വക്കേറ്റ് U പ്രതിഭ ഹരി എന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി KPCCയുടെ ജനറൽ സെക്രട്ടറി യുവാവായ അഡ്വക്കേറ്റ് M ലിജുവിനെയും രംഗത്തിറക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മത്സരം ഇവിടെ തീപാറും.
2 തവണയായി CK സദാശിവൻ വിജയിക്കുന്നുവെങ്കിലും സ്ഥിരം ഇടതുമണ്ഡലം എന്നൊന്നും കണക്കാക്കാൻ പറ്റുന്ന ഇടമല്ല കായംകുളം. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷക്കുറവിനൊപ്പം ഈ പ്രവചനാതീത മനോഭാവവും മത്സരത്തെ കൂടുതൽ കടുപ്പമുള്ളതാക്കുന്നു. പവർ പ്ലേയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.